ഗംഗേ മോളെ, ഗംഗേ, നീ ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയാണ് നന്ദിനിയുമായി മത്സരിക്കുന്നതെന്ന് ഈ വീട്ടിലുള്ള പലരും മനസ്സിലാക്കുന്നില്ല മോളെ. പക്ഷേ ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാ നിന്നെ ഒന്ന് സഹായിക്കാമെന്ന് ഞങ്ങൾ കരുതിയേ. നന്ദിനിയെ അവസാനിപ്പിച്ചിരിക്കുമെന്ന് നീ ചെയ്ത സത്യം സഫലമാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ എത്രയോ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു മോളെ. ആലപ്പുഴ ഒരു അമ്പലത്തിൽ വെച്ച് ഹിമാലയത്തിൽ തപസ് ചെയ്തിരുന്ന ഒരു സ്വാമിയെ ഞങ്ങൾ കണ്ടു. അദ്ദേഹത്തോട് മോളുടെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു. ആ സ്വാമിയെ മോളെ സഹായിക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്. മോളെ ഉടനെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. പോയാലോ മോളെ? ഈ മഹാഭാപികളെ ഗംഗ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്താനാണല്ലോ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ഏലസ് കെട്ടിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇവരൊന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ. ഇവരുടെ ഉദ്ദേശം ഗംഗയെ അറിയിച്ച് അവളെ എങ്ങനെയെങ്കിലും തടയണം. നീ വന്ന സ്വാമി ഒന്ന് കണ്ട് സംസാരിച്ച ശപഥം നിറവേറ്റാൻ എന്തായാലും ഒരു വഴി പറഞ്ഞു തരും. ഇനി ആലോചിക്കാനൊന്നും ഇല്ല മോളെ. അദ്ദേഹം ഇപ്പൊ എവിടെയുള്ളത്? ഉടനെ തന്നെ ഞാൻ പോയി കാണാം അദ്ദേഹത്തെ. അയ്യോ, ഇവര് പറയുന്നൊന്നും വിശ്വസിക്കില്ല ഗംഗെ. ഗംഗയുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടാണെങ്കിലും ഇവളെനിക്ക് രക്ഷിച്ചേ മതിയാവൂ. ഞങ്ങൾ തന്നെ മോളെ ആ സ്വാമിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാന്നേ. അതിനു മുമ്പേ ഈ ഏലസങ്ങ് കൈ കെട്ടിയര്. ഇതെന്താ? നന്ദിനിയിൽ നിന്നും മോൾക്കൊരു ആപത്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ സ്വാമി ജപിച്ചു തന്നതാ. ഞങ്ങൾക്കും തന്നിട്ടുണ്ട് ഗംഗെ. ദേ കൈ കെട്ടിയിരിക്കുന്നത് കണ്ടോ? നീയും കെട്ടിക്കോ. കണ്ടില്ലേ മോളെ? അയ്യോ, ഗംഗയുടെ ശരീരത്തിൽ കയറി അവളെ രക്ഷിക്കാന്ന് കരുതിയപ്പോ ഇവരതും തടഞ്ഞല്ലോ. ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യാം? വാ മോളെ, എത്രയും പെട്ടെന്ന് സ്വാമിയെ പോയി കാണാം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം അങ്കിളെ. ശരി, ഞങ്ങളെന്നാ താഴെ വെയിറ്റ് ചെയ്യാം. നീ വന്നാ മതി. ഗംഗേ, അവര് പറയുന്നതൊക്കെ കേട്ട് നിൽക്കായിരുന്നു ഞാനിവിടെ. അവരെ വിശ്വസിച്ച് നീ പോവരുത്, വലിയ ആപത്തായി മാറും. അങ്ങനെയല്ല, നിങ്ങൾ എല്ലാവരും എന്നെ പറ്റി ഓർത്താ പേടിക്കുന്നേ. എന്നാ നമ്മുടെ കുടുംബത്തെ കുറിച്ച് ആലോചിച്ചിട്ട് എന്റെ പേടി. എനിക്ക് നന്ദിനെ അവസാനിപ്പിച്ചാ മതി. അതിന് ആര് വേണമെങ്കിലും കാണാൻ ഞാൻ തയ്യാറാ. എന്നെ തടയല്ലേ ചേച്ചി? ധർമ്മജനും മുരളിയും നല്ലവരല്ല ഗംഗെ. അവരൊരിക്കലും നിന്നെ സഹായിക്കില്ല. ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കടത്തിക്കൊണ്ടുപോയി അവർ നിന്നെ കൊല്ലാൻ നോക്കുക. അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും അവർക്കില്ല. എന്നെ കൊല്ലാനാണ് അവരുടെ പദ്ധതി എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചേച്ചി എന്നോട് വന്ന് പറയാൻ പോലും നിൽക്കില്ല. ഇതിനോടൊക്കെ അവരെ കൊന്നിട്ടുണ്ടാവില്ലേ? അങ്ങനെയൊന്നും ചെയ്യാതെ എന്നോട് വന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ തന്നെ നന്ദിനിയാൽ എനിക്ക് യാതൊരു ആപത്തും വരരുതെന്ന് ചിന്തിക്കുന്നുണ്ടാന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കാത്ത എന്താ ഗംഗെ? ഉറപ്പായിട്ടും മാധവി നിന്നെ സഹായിക്കുന്ന പറഞ്ഞിട്ടുള്ളതല്ലേ. അവരുടെ വാക്ക് നീ വിശ്വസിക്കേ. മാധവി എന്നോട് വിശ്വാസവഞ്ചന കാണിച്ച് അസ്ഥി കൊണ്ടുപോയി ഒഴിക്കവളാ. ഇതിനു മുൻപ് എത്രയോ തവണ നന്ദിനോട് പോരാടി തോറ്റിട്ടുള്ളവളാ. അവൾക്ക് ഇനി എന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസമല്ല എനിക്ക്. പിടിവാശ കാണിക്കാതിരിക്കെ. ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് അനുസരിക്ക്. അവര് വിശ്വസിച്ച് നീ പോവരുത്. ദയവേത് എന്നെ ഇനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തടയല്ലേ. ചേച്ചി ഇവിടുന്ന് പോയേ. ഞാൻ പറയുന്നൊന്ന് കേക്ക് ഗംഗെ. എന്നെ തടയാതെ ഇവിടുന്ന് ഒന്ന് പോ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്നില്ലല്ലോ. അരുണേട്ടനോട് പറഞ്ഞിട്ടെങ്കിലും അവളെ രക്ഷിച്ചേ മതിയാവൂ. നമുക്ക് പോകാം. വാങ്കളെ പോവാം. നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ അകറ്റാൻ അദ്ദേഹം സഹായിച്ച അരുണേട്ടനോട് പറഞ്ഞ് ഇവിടുത്തെ മുഴുവൻ സ്വത്ത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിത്തരാം. അയ്യേ, അതിന്റെയൊക്കെ ആവശ്യം എന്താ മോളെ? അങ്കിളിന്റെ കടമയല്ലേ ചെയ്യുന്നതൊക്കെ. നീ പോയി കാറി ചെന്നിരിക്കെ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ശരി. എന്റെ അച്ഛാ, ഗംഗയെ പറഞ്ഞു വിശ്വസിപ്പിച്ച് അവളുടെ ശവക്കുഴി അവളെ കൊണ്ട് തന്നെ തോണ്ടിപ്പിക്കല്ലേ. മാസ്റ്റർ ബ്രെയിനാ. എടാ,
ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയാം, ഞെട്ടരുത്. ഇന്ന് ഗംഗയുടെ കഥ മാത്രമല്ല, അരുണിനെയും കൊല്ലാൻ പോവാ. എന്താ അച്ഛാ പറയുന്നേ? അപ്പൊ അരുണിനെ ഇന്ന് തന്നെ തട്ടാൻ പോവാ? അവനെ ഇന്ന് തന്നെ കൊല്ലണം. ഗംഗ മരിച്ചിട്ട് അരുൺ ഒരു മുഴുക്കുടിയനായി നടക്കുന്നത് എൻ്റെ അളിയൻ്റെ ആത്മാവിന് ഇഷ്ടപ്പെടില്ലടാ. അതുകൊണ്ടാ അവനെയും കൂടി ചേർത്തങ്ങ് കാച്ചാൻ ഞാൻ ആൾക്കാരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അരുണിനെ കൊന്നിട്ട് ആ പഴിയും കൂടെ നന്ദിനിയുടെ മേലെ അങ്ങ് ചാർത്തിയേക്കാം. എന്റെ അമ്മോ. അച്ഛാ, ഒരു രക്ഷയില്ലാത്ത ഐഡിയ. നീ ആ പിള്ളേരുടെ കൂടെ ചെന്ന് അരുണിന്റെ കാര്യം അങ്ങ് തീർക്ക്. അരുണിന്റെ കാര്യമേ എനിക്ക് വിട്ടേക്കച്ചാ. അച്ഛൻ ചെന്നാ ഗംഗയെ തീർക്ക്. ഇന്നത്തോടെ ഗംഗയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. രണ്ടിലൊന്നും നടത്തിയിട്ട് ഈ ധർമ്മം തിരിച്ചുള്ളൂ. വാടാ. ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയാതെ കാര്യങ്ങൾ സേഫായി ഡീൽ ചെയ്യണം, കേട്ടല്ലോ? അയ്യോ, ധർമ്മജനങ്ങള്, ഗംഗ ചേച്ചി എന്തോ ചെയ്യാൻ പോകുന്ന തോന്നുന്നേ. എത്രയും പെട്ടെന്ന് ചേച്ചിയോട് പറയാം. അയ്യോ, ഗംഗ ചേച്ചി അങ്കളുടെ കൂടെയാണല്ലോ പോണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ, അച്ഛൻ ഫോൺ ഇവിടെ ചാർജ് ചെയ്യാനിട്ടിട്ട് പോയേക്കുന്നേ. ഓഫീസിലെ ഫോണിലോട്ട് വിളിച്ചു നോക്കാം. അയ്യോ, അച്ഛൻ വേറെ ആരോട് സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അച്ഛനെ എങ്ങനെയാ അറിയിക്കുക? അപ്പൊ എനിക്കെന്തെങ്കിലും ആപത്ത് വന്നാ എന്നെ നിങ്ങൾ രക്ഷിക്കില്ലെന്നാണോ? എന്നോട് പറ, എന്നെ രക്ഷിക്കോ അതോ ഇല്ലയോ? തീർച്ചയായും ഞാൻ മോളെ രക്ഷിക്കും. നിങ്ങളുടെ റൂൾ അനുസരിച്ച് നിങ്ങൾ രക്ഷിക്കണമെങ്കിൽ ഞാൻ ഡ്രസ്സ് കീറി തരണ്ടേ? അതുകൊണ്ടാ ഞാൻ കീറി വെച്ചേക്കുന്നേ. ഇതാ വാങ്ങിച്ചോ. കറുപ്പൻ സ്വാമി, ഞാൻ സ്വാമിക്ക് വേണ്ടത് തന്നില്ലേ? ഇനി എന്നെ സ്വാമിയാ രക്ഷിക്കേണ്ടത്. ഇനി മുതൽ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സാ. ഓക്കെ അല്ലേ കറുപ്പൻ സ്വാമി? ഓ ശരി. ഒന്ന് കുനിങ്ങേ. ഗംഗ ചേച്ചി ആപത്തിലാണെന്ന് കണ്ണഴകി അമ്മോട് പറഞ്ഞ അമ്മ ഗംഗ ചേച്ചിയെ രക്ഷിച്ചോളും. കണ്ണഴകി അമ്മോട് പോയി പറഞ്ഞിട്ട് വരാം. വീട്ടിലെ ഫോണിൽ നിന്നാണല്ലോ കോൾ വന്നിരിക്കുന്നത്. എന്തായിരിക്കും? ഇതെന്താ ആരും ഇല്ല അവിടെ? ആരായിരിക്കും വിളിച്ചേ? ആ, കുറച്ച് കഴിഞ്ഞ് വിളിക്കുമായിരിക്കും. ഞാൻ പറഞ്ഞു നോക്കുന്നതിന്റെ തലേക്കറിയല്ലോ. ആർക്കും ഒരു സംശയം തോന്നരുത്. ആക്സിഡന്റ് ആണെന്ന് എല്ലാവർക്കും തോന്നാവൂ. ഞാൻ ഇതുപോലെ എത്രത്തിനൊക്കെ കാച്ചിയാണ് സാറേ. സാറ് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. സംഭവം നല്ല നൈസായിട്ട് ഞാൻ ഡീൽ ചെയ്ത് തരാം. ശരി, ഞാൻ അരുണിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. നീ റെഡി ആയിക്കോ. ഹലോ. എടാ അരുണേ, ഞാൻ മുരളിയോടാ സംസാരിക്കുന്നത്. ആ, മുരളി പറടാ. ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാനുണ്ടായിരുന്നു. നിന്നെ ഒന്ന് നേരിട്ട് കാണണല്ലോടാ. എന്താ കാര്യമെന്ന് നീ ഫോണിൽ പറഞ്ഞോ? എടാ അതെ, അതങ്ങനെ ഫോണിൽ പറയേണ്ട കാര്യമല്ല. എനിക്ക് ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. വൈകിട്ട് വന്നിട്ട് സംസാരിച്ചാൽ പോരെ? എടാ വൈകിട്ട് വന്നിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നെങ്കിൽ നിന്നിപ്പോൾ ഫോൺ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതൊരു അത്യാവശ്യം ആയതുകൊണ്ടല്ലേ. നീ എന്താടാ ഒന്നും പറയാത്തെ?
ഞാനെന്റെ പേഴ്സണൽ കാര്യം പറയാനൊന്നും അല്ല നിന്നെ വിളിച്ചേ. നമ്മുടെ കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാ. ഒന്നിങ്ങ് വാടാ. കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ? ഇവനെന്തായി പറയുന്നത്? ഏതായാലും അവൻ വിളിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? പോയി കണ്ടിട്ട് വരാം. ശരി, ഞാൻ ഉടനെ വരാൻ മുരളി. ഇപ്പൊ നീ എവിടെയുള്ളേ? കുണ്ടന്നൂർ ബൈപ്പാസ് തിരിഞ്ഞ് പേട്ടയ്ക്ക് പോകുന്ന വഴിയില്ലേ, അവിടെ അങ്കിള് വാങ്ങിച്ച പ്രോപ്പർട്ടിയുടെ അടുത്തുണ്ട്. ആ, നീ വരുന്ന വഴിക്ക് എന്റെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും ഞാൻ. എടാ, എന്നെ പോസ്റ്റ് ആക്കിയേക്കല്ലേ? ആ ശരി, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാം. ആ ഓക്കെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ആ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് പുറത്തേക്ക് പോവാം. മാർക്കറ്റിംഗിൽ നിന്ന് ആരെങ്കിലും വന്നാൽ വെയിറ്റ് ചെയ്യാൻ പറയാം. ആ, അരുണേട്ടനെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. എവിടെ പോയതായിരിക്കും? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഹലോ, അരുൺ സാർ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് വരികയാണല്ലോ സാർ. ആ, അദ്ദേഹം വന്ന ഉടനെ ഞാൻ പറഞ്ഞോളാം. ഓക്കെ സാർ. ഓക്കെ, ശരി ശരി. ഗംഗയെ രക്ഷിക്കാനുള്ള ഈ ശ്രമം പാഴായി പോയല്ലോ. കൃത്യസമയത്ത് അരുണേട്ടനും ഇവിടെ ഇല്ല. ഉടനെ എന്തെങ്കിലും ചെയ്യണം. അരുണേട്ടൻ ഇപ്പൊ പോയുള്ളൂ എന്നല്ലേ പറഞ്ഞേ? അപ്പൊ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. പെട്ടെന്ന് ചെന്ന് കണ്ടെത്താൻ പറ്റുമായിരിക്കും. എന്തിനായിരിക്കും അവനെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞ? എന്തായിരിക്കും കാരണം? എന്തിനായിരിക്കും അവനെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞ? എന്തായിരിക്കും കാരണം? അതെ അങ്കിളേ, എന്താ മോളെ? ഈ കണ്ണഴികമ്മയുടെ വീട് എവിടെയാന്ന് അറിയോ അങ്കിളിന്? ഈ വഴിക്ക് അങ്ങോട്ട് നേരെ പോ. എന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാലേ അവിടെ ഒരു ഗണപതി അമ്പലമുണ്ട്. അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും മോളെ. താങ്ക് യു സോ മച്ച് അങ്കിൾ. അരുൺ ഓഫീസിൽ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നീ വണ്ടി കയറി റെഡി ആയിട്ടിരിക്കും. കുറെ നേരമല്ലോ യാത്ര തുടങ്ങിയിട്ട്. ഇനി ഒരുപാട് ദൂരമുണ്ടോ? ഇവിടെ അടുത്ത് തന്നെ മോളെ. ഓ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ എത്തും. ശരി. അങ്കിളെ, കണ്ണഴികമ്മയുടെ വീട് എവിടെയാന്ന് പറഞ്ഞു തരുമോ? അവിടെ ഒരു അങ്കിളിനോട് ചോദിച്ചപ്പോ ഈ ഭാഗത്താന്നാ പറഞ്ഞേ. ഒന്ന് പറഞ്ഞു തരുമോ അങ്കിൾ? നിങ്ങളതൊന്നും മിണ്ടാതെ നിൽക്കുന്നേ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഞാൻ വേറെ ആളോട് ചോദിച്ചോളാം. എടാ, ഈ കൊച്ചിനെ കണ്ടിട്ട് ഏതൊക്കെ കാശുള്ള വീട്ടിലെന്നാ തോന്നണേ. ഈ കൊച്ചിനെ നമുക്ക് കൊണ്ടുപോയാലാ? വീട്ടുകാരോട് കുറച്ച് കാശ് ചോദിക്കുക. ചില്ലറ തടയണ പരിപാടി കണ്ട. ഞാനും അത് തന്നെയാണ് മുമ്പ് ആലോചിച്ചോണ്ടിരുന്നത്. വാ പൊക്കിയേക്കാം. വാ മച്ചാനെ. മോളെ, നിന്നെ മോളെ, ഒരു കാര്യം പറയട്ടെ. അല്ല, മോളെ എവിടത്തേണ്? ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ കൊട്ടാരത്തിലെ രാജശേഖരന്റെ കൊച്ചുമോളാ. എനിക്ക് അത്യാവശ്യമായിട്ട് കണ്ണഴിക്കാമ്മയെ കാണണം. പക്ഷെ അങ്കിളിനും കണ്ണഴിക്കാമ്മ അറിയില്ലല്ലോ. അമ്മേനെ അറിയാൻ പാടില്ലെന്നാ? നീ കണ്ണഴിയമ്മേനെ പറ്റിയല്ലേ പറയണ? ഞങ്ങൾ അമ്മയുടെ ഭക്തരാണ്. മോക്ക് കണ്ണഴിയമ്മയുടെ അടുത്താണ് പോണ്ടത്. മാമൻ കൊണ്ടോവാ. വാ മോളെ, വേഗം നടക്കുമോളെ. ദേ, ഈ വഴിക്ക് പോയാൽ കണ്ണഴിയമ്മയുടെ വീട്ടിലേക്കാണ് ചെല്ലണത്.
ഇതില്ലേ അപ്പുറത്താണ്. അവിടെ ഒരു ബിൽഡിംഗ് ആണല്ലേ, അതിന്റെ തൊട്ടടുത്താണ്. മോളെ നീ കാറിലാട്ട് കയറ്, നമുക്ക് വണ്ടിയിൽ പോവാ. ഇവിടെ അടുത്താണെന്നല്ലേ അങ്കിള് പറഞ്ഞേ. സ്ഥലം പറഞ്ഞു തന്നാ മതി, ഞാൻ നടന്നു നോക്കോളാം അങ്ങോട്ട്. അതെ, വീടങ്ങള് പെട്ടെന്ന് മറന്നുപോയതാണ് മോളെ. ഇവിടെ അടുത്തൊന്നുമല്ല, ഇനിയും കുറെ ദൂരമുണ്ട്. നീ വണ്ടിയിലായിട്ട് കയറ്, നമുക്ക് പാട്ടൊക്കെ കേട്ട് പോവാ. നേരത്തെ കണ്ട അങ്കിള് പറഞ്ഞത് കണ്ണഴകി അമ്മയുടെ വീട് ഇവിടെ അടുത്താണെന്നല്ലേ? ഏയ്, കള്ളം പറയായിരിക്കും. ഇവർക്ക് വേറെ എന്തോ പരിപാടി ഉണ്ട്. ഇവരുടെ കൂടെ പോവാൻ പാടില്ല. സമയം കളയണ്ടങ്ങോട്ട് കയറി മോളെ. വേണ്ട അങ്കിൾ, ഞാൻ കണ്ടുപിടിച്ചു പോയിക്കോളാം. നിങ്ങൾ പൊക്കോ. അയ്യേ, എന്തിനാണ് തനിച്ചു പോണേ? ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. മച്ചാനെ വിടരുത്, അവിടെ നിക്കടിയാടാ. മോളെ നിക്ക്. ഇതാണ് സ്ഥലം. അതെ മോളെ, ഇവിടെയാ. ഇതാണ് സ്ഥലം. അതെ മോളെ, ഇവിടെയാ. ആ, ഇറങ്ങ. വാ മോളെ. ആ, ഇതാണ് ഞാൻ പറഞ്ഞ സ്വാമിയുള്ള സ്ഥലം. ആരും കാണുന്നില്ലല്ലോ. അയ്യോ, സ്വാമി ഏതു നേരവും ധ്യാനത്തിലിരിക്കുന്ന ആളാ. ശിവഭഗവാന്റെ അനുവാദം കിട്ടുന്നതുവരെ ആർക്കും അദ്ദേഹം ദർശനം നൽകുന്നതല്ല. നമ്മളെ അദ്ദേഹം കാണാമെന്ന് പറഞ്ഞത് തന്നെ നമ്മുടെ മഹാഭാഗ്യ ഗംഗേ. നീ അദ്ദേഹത്തെ നേരി കാണുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലാവും. വാ. ആ, ഗംഗേ, ഇവരൊക്കെയാണ് സ്വാമിയുടെ ശിഷ്യന്മാര്. നമസ്കാരം മത്സരം. സ്വാമി ധ്യാനത്തില, ഉള്ളിലേക്ക് പൊക്കോളൂ. വാ ഗംഗേ. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ. ഗംഗേ, സ്വാമി ദാ അവസാനം കാണുന്ന റൂമിലുണ്ട്. നീ പോയി അദ്ദേഹത്തെ കാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനെ കണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന കാര്യം ഒന്ന് അറിയിച്ചിട്ട് വരാം. ശരി. ആ, ചെല്ലേ. വാട ഇങ്ങോട്ട്. എന്താടാ ഇത്? ആവേശം കടിച്ച് സിറിഞ്ചെടുക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇരുട്ടത്ത് വെച്ച് കഥ കഴിക്കാമെന്നല്ലേ നമ്മൾ തീരുമാനിച്ചേ. സൂചി റെഡിയാക്കിയെന്നുള്ളു. മരുന്ന് ഫുള്ള് ലോഡ് ചെയ്ത് വെച്ചിരിക്കുക സാറേ. അയ്യോ, അത് മരുന്നല്ലടാ മണ്ട, പാമ്പിന്റെ കൊടിയ വിഷ. ഈ വിഷം ഗംഗയുടെ ശരീരത്തിൽ കുത്തിവെച്ച് അവളെ പാമ്പ് കടിച്ചായി വിശ്വസിപ്പിക്കണം. അതാടാ നമ്മുടെ പ്ലാൻ. അതിനൊക്കെ വേണ്ടിയിട്ടാ ഇല്ലാത്ത ഒരു സ്വാമിയുടെ പേരും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുന്നത്. എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് കുളമാക്കിയാ കൊല്ലും ഞാൻ. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സൂചിയിലുള്ള ഫുള്ള് വിഷം കുത്തിക്കയറ്റ സാറേ. ശരി, എന്നാ ഞാൻ അങ്ങോട്ടേക്ക് പോവാ. അവൾ ഇവിടെ സ്വാമി ഇല്ലെന്ന് മനസ്സിലാക്കി പ്രശ്നം ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം. ആ കാര്യം ഞങ്ങൾക്ക് വിട്ടേക്ക് സാറേ. ഞങ്ങൾ ഒരു കുഴപ്പമുണ്ടാക്കില്ല, എല്ലാം കറക്റ്റായിട്ട് ചെയ്തോളാം. കുളമാക്കല്ലേ.